ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് സാഹിത്യവേളയിൽ ശ്രീകല മനോജ് അവതരിപ്പിച്ച കഥകൾ, MB രാജൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം ശ്രീകല മനോജ് അവതരിപ്പിച്ച മുറ്റത്തെ പാരിജാതം എന്ന കഥ. ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഞാൻ ചെയ്തതുകൊണ്ട് പറയുകയല്ല, ശ്രേയസായി. പരേതാത്മാവിന് തൃപ്തിയായിരിക്കണു. ഇനി അസ്ഥി ഒഴുക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിക്കോളൂ. ഏറെ നേരത്തെ മന്ത്രോച്ചാരണങ്ങളും കുനിഞ്ഞുള്ള നിൽപ്പും കാരണം കർമ്മി നന്നേ ക്ഷീണിച്ചിരുന്നു. മാറത്ത് ചുറ്റിക്കെട്ടിയിരുന്ന തോർത്തും മറ്റു നെയ്യാഭരണങ്ങളും അരിച്ച് ഫീസും കൂടി കിട്ടിയാൽ പോകാമായിരുന്നു എന്ന വ്യഗ്രതയിലാണ് അദ്ദേഹം. വേറൊരിടത്തു കൂടി പോകണം അത്രേ. ശരിയാണ്, മരണവീട്ടിൽ കർമ്മിയാണ് ഹീറോ. പരേതൻ എത്ര പ്രഗത്ഭനും സെലിബ്രിറ്റിയുമൊക്കെ ആയിരുന്നെങ്കിലും കർമ്മിയുടെ വരവും കാത്ത് അങ്ങനെ കിടക്കണം. കർമ്മി വന്നോ? എപ്പോൾ വരും? ചടങ്ങ് എപ്പോഴാ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തനായവൻ കർമ്മി മാത്രം. അങ്ങനെയുള്ള കർമ്മി പോകാൻ തിരക്ക് കൂട്ടിയാൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? തന്നെ ഈ ചടങ്ങ് ഏൽപ്പിച്ച പരേതൻ്റെ അയൽക്കാരനെ തിരഞ്ഞ് കണ്ണുകൾ നാലുപാടും പരതി. കണ്ടെത്തിയ സന്തോഷത്തിൽ കണ്ണുകൾ തിളങ്ങി. എവിടുന്നൊക്കെയോ കടം വാങ്ങി നൽകിയ കാശും വാങ്ങി തോൾസഞ്ചിയിലിട്ട് കർമ്മിയും ശിഷ്യനും പടിയിറങ്ങി. അപ്പോൾ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ യോഗം ചേർന്നു. എന്തായാലും അവൻ്റെ അസ്ഥി ചേലാമറ്റത്ത് തന്നെ ഒഴുകണം. കൂട്ടത്തിലെ പ്രായമായയാൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ടാക്സി എന്തായാലും വിളിക്കണം. ആ ഉറച്ച തീരുമാനത്തോട് ബന്ധുക്കളെല്ലാം യോജിച്ചു. ആ പോകുന്ന വഴിക്കാണ് എൻ്റെ ഭാര്യ വീട്. വളരെ കാലമായിട്ട് ചെല്ലാത്തതിൽ അളിയൻ പരാതി പറയുന്നു. ആ പരാതി അങ്ങ് തീർത്തേക്കാം. അദ്ദേഹത്തിനും സന്തോഷം. ഞങ്ങൾക്കും അസ്ഥി ഒഴുക്കി വരും വഴി വീട്ടിലിറങ്ങാമല്ലോ. ആ വഴിക്കല്ലേ നമ്മുടെ വീടും. അങ്ങനെ ഇങ്ങനെ അഭിപ്രായങ്ങൾ നിരവധിയായപ്പോൾ കാൽക്കാശ് മുടക്കാതെ കാര്യം നടത്താലോ എന്ന അടുത്തു നിന്ന അയൽക്കാരനും പറഞ്ഞുപോയി. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിനക്കെന്ത് കാര്യം എന്ന മട്ടിൽ ഒന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് വീണ്ടും ചർച്ച തുടർന്നു. പ്രിയതമനെ നഷ്ടമായ വേദനയിൽ ഭാര്യ മുഖം കുനിച്ച് എന്തൊക്കെയോ ഓർമ്മയിലാണ്ട് ഒരു മൂലക്കിരിപ്പുണ്ട്. ദീർഘനാളായി കിടപ്പിലായിരുന്ന ഭർത്താവിൻ്റെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമൊക്കെയായി ഭാര്യ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഭർത്താവിനെ പരിചരിക്കാൻ മക്കളോ ബന്ധുക്കളോ ഒന്നുമില്ലാത്തതിനാൽ ജോലിക്കൊന്നും പോകാനും കഴിഞ്ഞിരുന്നില്ല. ആകെയുള്ള 5 സെൻറ്റ് സ്ഥലവും ചെറിയ വീടും ലക്ഷ്യം വെച്ച് ബന്ധുക്കൾ എന്ന് അവകാശപ്പെടുന്നവർ മരണവിവരം അറിഞ്ഞു പാഞ്ഞെത്തി. സംസ്കാരവും സഞ്ചയനവും ഭംഗിയാക്കി തന്നു. എല്ലാം അറിയാവുന്ന അയൽക്കാർ എല്ലാത്തിനും കൂടുകയും കാശ് നൽകുകയും ചെയ്തു. ഇനി ഇവളെ അടിച്ചിറക്കി വിടണം. മക്കളില്ലാതെ ഇവൾക്ക് ഇനി ഇവിടെ എന്ത് അവകാശം? ചർച്ച പുരോഗമിക്കുകയാണ്. നാളെ തന്നെ ഇറക്കി വിടണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. എന്നിട്ട് ഞാനും മകനും കുടുംബവും ഇവിടെ താമസിക്കാം. ഒക്കെ കുടുംബത്തിന് വേണ്ടിയല്ലേ? കാരണവരുടെ ത്യാഗസന്നദ്ധത സമ്മതിച്ചേ പറ്റൂ. അത് മതി, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ കാരണവർ ഉള്ളാലെ സന്തോഷിച്ചു. എന്തായാലും നേരം വെളുക്കട്ടെ, ഇന്നൊരു രാത്രി നമുക്ക് ഇവിടെ കഴിയാം എന്ന് തീരുമാനിച്ച് വലിയ കാരണവർ ചാരുകസേരയിൽ ചാഞ്ഞു. തലേന്ന് രാത്രി ഉറക്കം ശരിയാകാത്തതിനാൽ എല്ലാവരും വേഗം തന്നെ നിദ്രയിലാണ്ടു. അന്ധകാരം മൂകതയിലലിഞ്ഞു. പിന്നെ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൂമൻ്റെയും മറ്റ് നിശാസഞ്ചാരികളായ നായയുടെയും മറ്റും ശബ്ദം ഉയർന്നുയർന്നു വന്നു. സമയം പാതിരാ കഴിഞ്ഞു. പെട്ടെന്ന് ചാരുകസേര ഒന്ന് ആടിയുലഞ്ഞു. കാരണവർ ഞെട്ടി ഉണർന്നു. പാരിജാതത്തിൻ്റെ തീക്ഷ്ണഗന്ധം അവിടെ ആകെ പരന്നു. ഉറക്കച്ചടവും പാരിജാത ഗന്ധവുമൊക്കെ കൂടി ഒരുതരം വിഭ്രാന്തിയിലകപ്പെട്ട പോലെ. അതാ വാതിലിന് പാതി മറിഞ്ഞ് ആരോ നിൽക്കുന്നുണ്ടോ? അതോ തൻ്റെ തോന്നലാണോ? ചുക്കിച്ചുളിഞ്ഞ കൈപ്പടം വെളുവെളുത്ത പുരുക്കത്തിൻ്റെ മുകളിൽ പിടിച്ച് മുക്കാലും തിമിരം കവർന്ന കാഴ്ചയെ ആ പോയിന്റിലേക്ക് ക്രമീകരിക്കാൻ പാടുവിട്ടുകൊണ്ട് കാരണവർ ചോദിച്ചു, ആരാത്? നിശബ്ദത ശ്വാസമെടുപ്പിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. ആരാത്? ഇത്തവണ ശബ്ദത്തിൽ വിറയൽ കലർന്നിരുന്നു. ഞാൻ ഭാസ്കരൻ. ഉറച്ച മറുപടി. നീ ചത്തില്ലേ? ഭയവും ആശ്ചര്യവും കലർന്ന ചോദ്യത്തിന് ഉവ്വ് എന്ന് മറുപടി. പിന്നെന്താ? ഇത്തവണ കാരണവരുടെ സ്വരത്തിൽ അസഹിഷ്ണുത നിറഞ്ഞിരുന്നു. കാശ് ഒരുപാടാകും, ടാക്സി വിളിക്കണ്ട, ഞങ്ങൾ നടന്നു പൊക്കോളാം. ഭാസ്കരൻ്റെ വളരെ പതിഞ്ഞതും ശാന്തവുമായ സംസാരം കേട്ടപ്പോൾ കാരണവരിൽ അധികാരഭാവം നിറഞ്ഞു. തെല്ലുറക്കെ ചോദിച്ചു, ഓഹോ, പിന്നെ എന്തിനാ ഇപ്പോൾ വന്നത്? അല്ല,
ആരായി ഞങ്ങള്? കാരണവർ മറുപടിക്കായി കാത്തു. അവളുടെ അസ്ഥി കൂടി എടുക്കാൻ വന്നതാ. അവൾ കഴിഞ്ഞ മാസം മരിച്ചായിരുന്നേ. ഞാൻ തളർന്നു കിടക്കുകയായിരുന്നത് കൊണ്ട് പറയാൻ ഒത്തില്ല. വിലാസിനിയേ, വാടി, ആ അസ്ഥി കൂടി ഈ കുടത്തിലേക്ക് ഇട്ടോളൂ. ഇനി വൈകണ്ട, പുറപ്പെടാം. തേക്കാത്ത ഭിത്തിയിലെ ചലനം നിലച്ച ഘടികാരവും താളുമറിയാത്ത കലണ്ടറും എല്ലാത്തിനും മൂകസാക്ഷിയായി വിറങ്ങലിച്ചു നിന്നു. പിറ്റേന്ന് തിരക്കിനിടയിലും കർമ്മിക്ക് വീണ്ടും വരേണ്ടി വന്നു. ഒരു കാരണവുമില്ലാതെ കാരണവർ പോയതെങ്ങനെയെന്ന് കർമ്മിക്കും മനസ്സിലായില്ല. മുറ്റത്തെ പാരിജാതം പതിവിലുമേറെ പൂത്തുലഞ്ഞ് നിഗൂഢമായി എന്തോ ചിന്തിച്ച് തലയാട്ടി നിന്നു. ശ്രീകല മനോജ് അവതരിപ്പിച്ച മുറ്റത്തെ പാരിജാതം എന്ന കഥയെ തുടർന്ന് MB രാജൻ അവതരിപ്പിച്ച കവിത. തിരുമണി. ബാല്യകുതൂഹലങ്ങളുടെ ചെമ്മൺ സ്മരണകളിൽ തിരുമണി. ബാല്യകുതൂഹലങ്ങളുടെ ചെമ്മൺ സ്മരണകളിൽ തിരുമണി. അഴിഞ്ഞുലഞ്ഞ ചേല പോലെ ക്രമം തെറ്റി നാട്ടുചാരായം മണക്കുന്ന അടി എന്നടി രാക്കമ്മ മൂളി. അഴിഞ്ഞുലഞ്ഞ ചേല പോലെ ക്രമം തെറ്റി നാട്ടുചാരായം മണക്കുന്ന അടി എന്നടി രാക്കമ്മ മൂളി. നിരതെറ്റിയ പല്ല്, മുറുക്കിത്തെറിച്ച മുഖം, കരിമണ്ണിൻ്റെ നിറം, അപരിഷ്കൃത ഗ്രാമീണ നിഷ്കളങ്കതയുടെ മനുഷ്യരൂപം. നിരതെറ്റിയ പല്ല്, മുറുക്കിത്തെറിച്ച മുഖം, കരിമണ്ണിൻ്റെ നിറം, അപരിഷ്കൃത ഗ്രാമീണ നിഷ്കളങ്കതയുടെ മനുഷ്യരൂപം. പരിഹസിക്കുന്നവരോട് പൊട്ടിത്തെറിച്ച് എതിർമൊഴികൾക്കു നേരെ കല്ലുയർത്തി ആളിയുയരുന്ന കലുഷപർവം. പരിഹസിക്കുന്നവരോട് പൊട്ടിത്തെറിച്ച് എതിർമൊഴികൾക്കു നേരെ കല്ലുയർത്തി ആളിയുയരുന്ന കലുഷപർവം. ചിലർ കലിപ്പോടെ, ചിലർ കളിയായി എന്നും തിരുമണിയോടേറ്റു ആക്രോശങ്ങൾ, പൊട്ടിത്തെറികൾ. ചിലർ കലിപ്പോടെ, ചിലർ കളിയായി എന്നും തിരുമണിയോടേറ്റു ആക്രോശങ്ങൾ, പൊട്ടിത്തെറികൾ. തിരുമണി കല്ലെടുക്കും, എതിരാളി ഒഴിഞ്ഞു മാറും. എതിരാളി തല്ലാനോങ്ങും, തിരുമണി തെന്നി നീങ്ങും. തിരുമണി കല്ലെടുക്കും, എതിരാളി ഒഴിഞ്ഞു മാറും. എതിരാളി തല്ലാനോങ്ങും, തിരുമണി തെന്നി നീങ്ങും. നിരത്തുവക്കിലെ സ്ഥിരം കലാപരിപാടി. കൗതുകത്തോടെ കണ്ടു നിൽക്കും കലർപ്പില്ലാതെ ആ മലയോരം. നിരത്തുവക്കിലെ സ്ഥിരം കലാപരിപാടി. കൗതുകത്തോടെ കണ്ടു നിൽക്കും കലർപ്പില്ലാതെ ആ മലയോരം. ഒരിക്കലും പുരണ്ടില്ല ഒരു തുള്ളിച്ചോര ഇരു കൂട്ടരുടെയും കൈകളിൽ. ഒരിക്കലും പുരണ്ടില്ല ഒരു തുള്ളിച്ചോര ഇരു കൂട്ടരുടെയും കൈകളിൽ. വർത്തമാനത്തിൻ്റെ വരണ്ട വഴികളിൽ പിശാചു ബാധിച്ചവർ ഉറഞ്ഞു തുള്ളുമ്പോൾ, കൊന്നും കൊലവിളിച്ചും അവർ നരകം പണിയുമ്പോൾ. വർത്തമാനത്തിൻ്റെ വരണ്ട വഴികളിൽ പിശാചു ബാധിച്ചവർ ഉറഞ്ഞു തുള്ളുമ്പോൾ, കൊന്നും കൊലവിളിച്ചും അവർ നരകം പണിയുമ്പോൾ. ഏതോ അദൃശ്യ ലോകത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവാം തിരുമണിയും ശത്രുക്കളും. ഏതോ അദൃശ്യ ലോകത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവാം തിരുമണിയും ശത്രുക്കളും. ടാറു വീണ് വിസ്മൃതമായ ചെമ്മൺ പാത പരതിയാൽ ഇപ്പോഴും കണ്ടേക്കാം അഹിംസാത്മക കലഹങ്ങളുടെ തിരുമണിക്കല്ലുകൾ. ടാറു വീണ് വിസ്മൃതമായ ചെമ്മൺ പാത പരതിയാൽ ഇപ്പോഴും കണ്ടേക്കാം അഹിംസാത്മക കലഹങ്ങളുടെ തിരുമണിക്കല്ലുകൾ. ശ്രീകല മനോജ് അവതരിപ്പിച്ച ഒരു കഥ കൂടി കേട്ടാലോ? കഥയുടെ പേര് മരുഭൂമിയിലെ നീർച്ചാലുകൾ. മലർക്കെ തുറന്നിട്ട ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ വരാന്തയിൽ വരിവരിയായി നിർത്തി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള റോസാപ്പൂക്കൾ വിരിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുന്നു. രാവിലെ ഒഴിച്ച വെള്ളത്തിൻ്റെ ചെറുതുള്ളികൾ പൂക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ഭാരത്താൽ തല കുനിച്ചാണ് പല പൂക്കളുടെയും നിൽപ്പ്. പൂക്കൾക്ക് മുകളിലായി ഭിത്തിയിൽ പോലീസ് സ്റ്റേഷൻ എന്ന വലിയ അക്ഷരത്തിലുള്ള ബോർഡ്. അകത്തേക്ക് ചെല്ലുമ്പോൾ മുറിയുടെ അരികിലായി ഇട്ടിരിക്കുന്ന ടേബിളിൽ പരാതി എഴുതിക്കൊണ്ടിരിക്കുന്ന വനിതാ കോൺസ്റ്റബിൾ, കൂടെ 3-4 പരാതിക്കാരും. അതിനിടയിലൂടെ ഒരു കോൺസ്റ്റബിൾ SIയുടെ മുറിയിലേക്ക് സന്തോഷത്തോടെ ഓടിക്കയറി ചെന്നു. എന്ത് എന്ന ചോദ്യഭാവത്തിൽ SI നോക്കി. സാറേ, ബോംബെന്ന് മറ്റേ മാഡം വിളിച്ചിരുന്നു, ഡെയ്സി. അവരുടെ അമ്മച്ചിയെ കിട്ടി, ഇനി അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞു. ഓ, സന്തോഷം. ആ വള്ളിക്കെട്ട് കേസ് ഒഴിവായല്ലോ. SIക്കും സന്തോഷം. പോകാനായി തിരിഞ്ഞ കോൺസ്റ്റബിളിനോടായി, എവിടായിരുന്നു അവരിത്ര കാലം? നമ്മളെ ചുറ്റിക്കാനായി എവിടെ ഒളിച്ചിരുന്നു ഇത്ര കാലം? അറിയത്തില്ല സാറേ, അത് ഞാൻ ചോദിച്ചില്ല. അന്വേഷിക്കേണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് ആശ്വാസമായി. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല സാറേ. ആ വലിയ വീടിൻ്റെ മൂലയ്ക്കത്തെ ഒരു മുറിയിൽ ഒരമ്മച്ചി മകളോട് വീഡിയോ കോൾ സംസാരിക്കുന്നു. അമ്മച്ചിക്ക് സുഖാണോ? പറമ്പിലെ തേങ്ങ വിറ്റ് ഈ മാസം കഴിയാൻ ഞാൻ പറഞ്ഞെന്ന് ആ ബംഗാളിയോട് പറഞ്ഞേക്ക്. അതെന്നാ മോളെ, ഈ മാസം ശമ്പളം കിട്ടിയില്ലേ നിനക്ക്? അതല്ലമ്മച്ചി, കാശിന് അർജൻറ്റായൊരാവശ്യം വന്നു. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റ് അങ്ങ് വാങ്ങിയായിരുന്നു.
അതാ കാശിന് ഇത്തിരി ടൈറ്റ് വന്നത്. എന്നാ വെച്ചേക്കാം, ശരി. അമ്മച്ചിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ മകൾ ഫോൺ കട്ട് ചെയ്തു. ചന്ദൻ, ഈ ഫോണിങ് എടുത്തു വെച്ചേക്ക്. ശരി അമ്മച്ചി. ചന്ദൻ ബംഗാളിയെങ്കിലും കുറേ വർഷമായി അമ്മച്ചിക്കൊപ്പമാണ്. മലയാളം കുറച്ചൊക്കെ പഠിച്ചിരിക്കുന്നു. ആ വലിയ വീടും പറമ്പും അമ്മച്ചിയുമെല്ലാം ഇന്ന് ആ 14-കാരൻ്റെ സംരക്ഷണയിലാണ്. അവൻ്റെ മാമനായിരുന്നു ആദ്യം ഇവിടെ ജോലിക്കാരൻ. മാമന് ഒപ്പം വന്നെത്തിയതാണ് ചന്ദനും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മാമന് വയസ്സായി എന്ന് തോന്നിയ മകൾ ചന്ദനെ ഇവിടെ നിർത്തി മാമനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. മാമനേക്കാൾ ചുറുചുറുക്കോടെ ചന്ദൻ കാര്യങ്ങൾ നോക്കുന്നു. അമ്മച്ചിക്ക് അവൻ കൊച്ചുമോനാണോ എന്ന് തോന്നും അവർ തമ്മിലുള്ള പെരുമാറ്റം കണ്ടാൽ. ബാബു എന്ന് മാമനെ നീട്ടി വിളിച്ചതിനേക്കാളും സ്നേഹത്തോടെ അധികാരത്തോടെ ചന്ത എന്ന് വിളിക്കുമ്പോൾ അമ്മച്ചി എന്ന് വിളിച്ച് അവൻ ഓടിയെത്തും. സ്വന്തം മകൾ അവർക്ക് കൊടുക്കാത്ത ബഹുമാനവും സ്നേഹവും കരുതലുമെല്ലാം ചന്ദൻ അവർക്ക് നൽകുന്നുണ്ട്. 70-ാം പിറന്നാൾ ഈയിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട് ചന്ദൻ കണക്ക് കൂട്ടി എടുത്തപ്പോഴായിരുന്നു. കേക്ക് മുറിക്കാനായി കേക്കിൽ കത്തിയും വെച്ച് ചന്ദൻ മകളെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇതെന്തു കൂത്ത് എന്നോർത്തും മകളും മക്കളും കണ്ണുമിഴിച്ചു പോയി. ചന്ദൻ്റെ ഹിന്ദി കലർന്ന ഹാപ്പി ബർത്ത്ഡേയും പാട്ടും കൂടി കേട്ടപ്പോൾ ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്ന കൺഫ്യൂഷനിൽ മകൾ കോള് കട്ട് ചെയ്തു. ആ സന്തോഷകാലവും അധികനാൾ നീണ്ടു നിന്നില്ല. വീടും പറമ്പും കച്ചവടമായിട്ടുണ്ട്. ചന്ദനെ പറഞ്ഞയച്ചേക്കൂ. അമ്മച്ചിക്ക് ഓൾഡ് ഏജ് ഹോമിൽ ഭാഗ്യത്തിനൊരു അഡ്മിഷൻ കിട്ടി. നമ്മുടെ ഇടവക ഫാദർ ഒക്കെ ശരിയാക്കി തന്നു. ഇത് പറയാൻ മകൾക്കുള്ള ആവേശം മറ്റൊരിക്കലും കണ്ടിട്ടില്ലെന്ന് അമ്മച്ചി ദുഃഖത്തോടെ ഓർത്തു. പിന്നീട് മകൾ വിളിക്കുമ്പോൾ ബെല്ലടിച്ച് തീർന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു തുടങ്ങി. ഇടവക അച്ഛൻ വന്നു. അമ്മച്ചിയെ കാണുന്നില്ല. ചന്ദനെ നേരത്തെ പറഞ്ഞയച്ചിരുന്നു. സംശയങ്ങൾ, ഊഹാപോഹങ്ങൾ. പക്ഷേ മകൾക്ക് പെട്ടെന്നങ്ങനെ വരാനൊക്കുമോ? അച്ഛൻ മുഖേന പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു കുറവും വരാതെ നെറ്റ് വഴി വിശദമായൊരു പരാതിയും അയച്ചു. പല അജ്ഞാത ജഡത്തിൻ്റെയും ഫോട്ടോകൾ മകളുടെ ഫോണിലും കമ്പ്യൂട്ടറിലും വന്നു നിറഞ്ഞു. അല്ല, ഇതല്ല എന്ന മറുപടി സന്ദേശം കൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ കമ്പ്യൂട്ടറും നിറഞ്ഞത് മാത്രം മിച്ചം. അങ്ങനെ പോലീസിൻ്റെ ഊർജിത അന്വേഷണം പുരോഗമിക്കവെയാണ് അമ്മച്ചിയെ കണ്ടെത്തി, ഇനി അന്വേഷിക്കേണ്ട എന്ന സന്ദേശം സന്തോഷത്തോടെ പോലീസ് സ്വീകരിച്ചത്. ഓ, എത്രയാന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങൾക്ക് ഫാദറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ ആ കേസ് പിൻവലിച്ചു. ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ ആർക്കാ നേരം എന്നും മകൾ നിസ്സംഗതയോടെ പറയുമ്പോൾ അങ്ങ് ഒറീസയിൽ ചന്ദൻ്റെ അമ്മയും സഹോദരിയും കൊച്ചു മലയാളം പഠിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അമ്മച്ചിയാവട്ടെ മിക്കവാറും ഹിന്ദി വാക്കുകളെല്ലാം മനഃപാഠമാക്കി കഴിഞ്ഞിരുന്നു. മരുഭൂമിയിലെ നീർച്ചാലുകൾ ശ്രീകല മനോജ് അവതരിപ്പിച്ച കഥ സമാപിക്കുന്നു. ഇനി MB രാജൻ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. വർഷാന്ത്യ വിചാരം. ഒരാണ്ട് മുമ്പ് ഇതേ ദിവസം ഇതേ സമയം കനവിൽ പുതുപ്രഭാതം വിമലീകരിക്കുന്ന ഹരിതസുന്ദര കേദാരം. ഒരാണ്ട് മുമ്പ് ഇതേ ദിവസം ഇതേ സമയം കനവിൽ പുതുപ്രഭാതം വിമലീകരിക്കുന്ന ഹരിതസുന്ദര കേദാരം. ആണ്ടറുതിയിൽ അതേ ഇടം അതേ സമയം. ആണ്ടറുതിയിൽ അതേ ഇടം അതേ സമയം. ഓർമ്മയിൽ ഗാസയിലും ഇസ്രായേലിലും യുക്രൈനിലും നിലയ്ക്കാതൊഴുകുന്ന ചോരച്ചാലുകൾ, അനാഥമായി അലയുന്ന നിലവിളികൾ. ഓർമ്മയിൽ ഗാസയിലും ഇസ്രായേലിലും യുക്രൈനിലും നിലയ്ക്കാതൊഴുകുന്ന ചോരച്ചാലുകൾ, അനാഥമായി അലയുന്ന നിലവിളികൾ. മനുഷ്യവിരുദ്ധത ഉറഞ്ഞുണർന്ന ഊഷരത്തുരുത്തുകൾ, ഉറക്കം തിരസ്കരിച്ച രാത്രിയാമങ്ങൾ, കരിഞ്ഞുപോയ കനവുകൾ, പരിമിതമായ വെളിച്ചങ്ങൾ. മനുഷ്യവിരുദ്ധത ഉറഞ്ഞുണർന്ന ഊഷരത്തുരുത്തുകൾ, ഉറക്കം തിരസ്കരിച്ച രാത്രിയാമങ്ങൾ, കരിഞ്ഞുപോയ കനവുകൾ, പരിമിതമായ വെളിച്ചങ്ങൾ. കണ്ണാന്തളി, കറുകപ്പുല്ല്, കൃഷ്ണതുളസി, ആട്, പശു, പറവ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെയും വീതിക്കപ്പെട്ട് കഴിഞ്ഞു. കണ്ണാന്തളി, കറുകപ്പുല്ല്, കൃഷ്ണതുളസി, ആട്, പശു, പറവ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെയും വീതിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രതിലോമ ചിന്തകളുടെ വിഷപാത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. അധമഭാഷ്യങ്ങളുടെ അഴുക്കുചാലുകൾ മനുഷ്യപക്ഷ വരമ്പുകളിടിച്ച് പൊട്ടി ഒഴുകാൻ വെമ്പുന്നു. പ്രതിലോമ ചിന്തകളുടെ വിഷപാത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. അധമഭാഷ്യങ്ങളുടെ അഴുക്കുചാലുകൾ മനുഷ്യപക്ഷ വരമ്പുകളിടിച്ച് പൊട്ടിയൊഴുകാൻ വെമ്പുന്നു. അസ്വസ്ഥവും ആസുരവുമാണ് കാലം.
ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു തീർന്നേക്കാവുന്നത്ര അനിശ്ചിതവും അസ്വസ്ഥവും ആസുരവുമാണ് കാലം. ഒരു ചില്ലുപാത്രം പോലെ ഉടഞ്ഞു തീർന്നേക്കാവുന്നത്ര അനിശ്ചിതവും. കരുതൽ കരുത്താകേണ്ട കാലം, സർവോദയം വിളക്കാകേണ്ട കാലം. കരുതൽ കരുത്താകേണ്ട കാലം, സർവോദയം വിളക്കാകേണ്ട കാലം. മാനവികതയുടെ ഉറവകൾ പട്ടുപോകാത്ത നാളുകൾക്കായി പുതുക്കപ്പെടുന്ന ജീവിതമെഴുതാൻ വസുധയിൽ വിലയിക്കാൻ. മാനവികതയുടെ ഉറവുകൾ പട്ടുപോകാത്ത നാളുകൾക്കായി പുതുക്കപ്പെടുന്ന ജീവിതമെഴുതാൻ വസുധയിൽ വിലയിക്കാൻ വഴികൾ ഇനിയും ബാക്കി. തുടരാം സാർത്ഥകയാനം, തുടരാം സാർത്ഥകയാനം. അവസാനമായി ഓണം. നമ്മൾ ചേരുമ്പോഴാണോണം, സുഖതമൊരു പൂമഴക്കുളിരിൻ്റെ ഈണം. നമ്മൾ ചേരുമ്പോഴാണോണം, സുഖതമൊരു പൂമഴക്കുളിരിൻ്റെ ഈണം. കാഴ്ചയിൽ കേൾവിയിൽ പ്രജ്ഞയിൽ തീമഴ തുള്ളുന്നു ആസുരം കാലം. ഭേദിച്ചു നിൽക്കുവാൻ പോരടിക്കാൻ വെറിയേറ്റുന്നു നീചരൂപങ്ങൾ. കാഴ്ചയിൽ കേൾവിയിൽ പ്രജ്ഞയിൽ തീമഴ തുള്ളുന്നു ആസുരം കാലം. ഭേദിച്ചു നിൽക്കുവാൻ പോരടിക്കാൻ വെറിയേറ്റുന്നു നീചരൂപങ്ങൾ. താരും തളിരും തകർത്തെറിഞ്ഞുന്മാദഭാവങ്ങളാടി നിൽക്കുന്നു. മാബലിപ്പാട്ടുകൾ മരതകക്കനവുകൾ മാറാല മൂടി മായുന്നു. താരും തളിരും തകർത്തെറിഞ്ഞുന്മാദഭാവങ്ങൾ ആടി നിൽക്കുന്നു. മാബലിപ്പാട്ടുകൾ മരതകക്കനവുകൾ മാറാല മൂടി മായുന്നു. എത്ര കടുത്ത പരീക്ഷണശാലകൾ പരുവപ്പെടുത്തിയോർ നമ്മൾ. എത്രയോ കണ്ണീർ നിലങ്ങളിൽ തളരാതെ ഒത്തുപിടിച്ചവർ നമ്മൾ. എത്ര കടുത്ത പരീക്ഷണശാലകൾ പരുവപ്പെടുത്തിയോർ നമ്മൾ. എത്രയോ കണ്ണീർ നിലങ്ങളിൽ തളരാതെ ഒത്തുപിടിച്ചവർ നമ്മൾ. മാനവസ്നേഹത്തിൻ പച്ചത്തുരുത്തെന്നു ലോകം വിളിക്കുന്ന നാട്. മാനവൈക്യത്തിൻ്റെ ദീപ്തിപ്രസാദമായി വാഴും മലയാളി വീട്. മാനവസ്നേഹത്തിൻ പച്ചത്തുരുത്തെന്നു ലോകം വിളിക്കുന്ന നാട്. മാനവൈക്യത്തിൻ്റെ ദീപ്തിപ്രസാദമായി വാഴും മലയാളി വീട്. ഭേദങ്ങളെല്ലാം വെടിഞ്ഞി പ്രപഞ്ചത്തെ ചേർത്തണയ്ക്കും തറവാട്. ഏതു ജീവിക്കും ഇടമി വീടുണ്ടെന്ന് നേരോടെ ചൊല്ലുന്ന കൂട്. ഭേദങ്ങളെല്ലാം വെടിഞ്ഞി പ്രപഞ്ചത്തെ ചേർത്തണയ്ക്കും തറവാട്. ഏതു ജീവിക്കും ഇടമി വീടുണ്ടെന്നു നേരോടെ ചൊല്ലുന്ന കൂട്. എല്ലാരുമൊത്തു തെളിയിച്ചൊരീച്ചെരാതെന്നും കെടാതെ വിളങ്ങാൻ. പൊന്നോണ നാളിൻ്റെ സ്നേഹനിലാവലത്തെന്നലിൽ ഒന്നായലിയാം. പേമാരി മാറി പുതിയ പ്രഭാതത്തിൻ തേരുരുൾ ശീലുകൾ കേൾപ്പൂ. ഓണം മനസ്സിൽ നിറയ്ക്കും പ്രഭയുമായി കാത്തിരിക്കാമെതിരേൽക്കാം. പേമാരി മാറി പുതിയ പ്രഭാതത്തിൻ തേരുരുൾ ശീലുകൾ കേൾപ്പൂ. ഓണം മനസ്സിൽ നിറയ്ക്കും പ്രഭയുമായി കാത്തിരിക്കാമെതിരേൽക്കാം. കൂരിരുൾ തോൽക്കുന്ന കാലം സുനിശ്ചിതം, നാം ഒത്തു നിൽക്കിൽ സുസാധ്യം. കൂരിരുൾ തോൽക്കുന്ന കാലം സുനിശ്ചിതം, നാം ഒത്തു നിൽക്കിൽ സുസാധ്യം. എം.ബി. രാജൻ അവതരിപ്പിച്ച കവിതകൾ, ശ്രീകല മനോജ് അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
സാഹിത്യവേള സമാപിക്കുന്നു.